കിട്ടിയിട്ടുള്ള നേട്ടം എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ളത് എന്റെ ആരോഗ്യമാണ്. അൽഹംദുലില്ലാ. ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അതൊക്കെ ഇന്ന് അൽഹംദുലില്ലാ റാഹത്താണ്. പിന്നെ കിട്ടിയിട്ടുള്ള ഗോവയിലേക്ക് ഒരു ട്രിപ്പ് പോകാൻ സാധിച്ചു. ബാംഗ്ലൂരേക്ക് ഹസ്ബൻഡിനെയും കൂട്ടി ഫ്രീ ആയിക്കൊണ്ട് ഷെറാട്ടനിൽ 3 ദിവസം എൻജോയ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇന്നിവിടെ എത്തിയിട്ടുള്ള ആളുകളടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ ഒരു ബന്ധുവോ സുഹൃത്തോ ആരോ ക്ഷണിച്ചിട്ടില്ലെന്ന് അറിയില്ല, എന്താണ് അവർ നിങ്ങളടുത്ത് പറഞ്ഞതെന്ന് അറിയില്ല, എങ്കിലും അവർ വിശ്വസിക്കുക, കൂടെ നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ നേടിയതുപോലെ നല്ല നല്ല നേട്ടങ്ങൾ നിങ്ങൾക്കും നേടാൻ സാധിക്കുന്നുണ്ടാവും. നല്ലൊരു തീരുമാനം എടുക്കാൻ സർവശക്തൻ നിങ്ങൾ എവരെയും അനുഗ്രഹിക്കട്ടെ. വിശ്വാസം ചെയ്യുക. ഗുഡ് ഈവനിങ്. പേര് രാഹുൽ, സ്ഥലം തൊട്ടടുത്ത് നടുവണ്ണൂരാണ്. എന്നെ ഒരു ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുത്തിയത് ഇന്നിവിടെ പ്ലാൻ പ്രസന്റ് ചെയ്ത റൂബി എക്സിക്യൂട്ടീവ് അനൂപ് സാറാണ്. അദ്ദേഹത്തിന് ആദ്യം നന്ദി പറയുന്നു. ഈ അവസരത്തിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഒരു ഇലക്ട്രിക്കൽ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഈ ഒരു അവസരം കേൾക്കുന്നത്. അന്നൊരു എക്സ്ട്രാ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു അധിക വരുമാനം തെരഞ്ഞു നടക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഒരു ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തെ വിശ്വസിച്ചുകൊണ്ട് കയറി നിന്നു. ഇന്ന് ഒരുപാട് ആളുകളിലേക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയും അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റും എത്തിക്കാൻ എന്നെ കൊണ്ട് സാധിച്ചു. ഒരു പാർട്ട് ടൈം ആയിട്ട് തുടങ്ങിയ ഈ ഒരു അവസരം ഇതൊരു ഫുൾ ടൈം കരിയർ ആക്കി ഏറ്റെടുത്ത് ചെയ്യുന്നു. സോ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഏകദേശം 3 ലക്ഷത്തിന് കൂടി വരുമാനം ഈ ഒരു ഓപ്പർച്യൂണിറ്റി നേടിയെടുക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു സ്റ്റാർട്ടേഴ്സും റാങ്ക് അച്ചീവ് ചെയ്യുന്ന സമയത്ത് ബാംഗ്ലൂരിൽ ഷെറാട്ടൻ ഗാൻ എന്ന് പറയുന്ന ഹോട്ടലിൽ വെച്ചിട്ട് നടക്കുന്ന പ്രോഗ്രാം 3 ദിവസം അടിച്ചു പൊളിച്ച് പോയി വന്നിട്ടുണ്ട്. സോ അങ്ങനെ ഒരുപാട് രീതിയിലുള്ള മാറ്റങ്ങൾ എന്റെ ലൈഫിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്. സോ നല്ലൊരു തീരുമാനം എടുക്കുക, കൊണ്ടുവന്ന വ്യക്തികളെ വിശ്വസിച്ചുകൊണ്ട് അവരുടെ കൂടെ ഉറച്ചു നിൽക്കാൻ നിങ്ങൾ തയ്യാറാവുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. സോ താങ്ക് യു. താങ്ക് യു ലേഡീസ്, താങ്ക് യു വെരി മച്ച്. നല്ലൊരു കരിയർ കൊടുത്തവരെ നമുക്ക് സ്റ്റേജിൽ നിന്ന് പറഞ്ഞേക്കാം. ഉടനെ അടുത്ത റാങ്കിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കമ്പനിയിൽ നിന്നും 2.5 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് വരുമാനം വാങ്ങുകയും ഒരു ഫോറിൻ ട്രിപ്പ് അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് അച്ചീവ് ചെയ്തിട്ടുള്ള ഓൾ റൂബിയേഴ്സ് പ്ലീസ് വെൽക്കം ടു ദി സ്റ്റേജ്. അവരെ നമുക്ക് അവരുടെ എക്സ്പീരിയൻസ് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നല്ലൊരു കയ്യടി കൊടുത്തുകൊണ്ട് അവരെ ആ ലീഡേഴ്സിനെ ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യാം. നമ്മളിപ്പോ നേരത്തെ കണ്ട് സംസാരിച്ച അങ്ങനത്തെ ലീഡേഴ്സിനെ ഉണ്ടാക്കി ബിൽഡ് ചെയ്ത ലീഡേഴ്സ് ആണ്. ഒരുപാട് ലീഡേഴ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇവിടെ നമുക്കൊരു ലേഡി ഓണ്ടർപ്രനർ ഉണ്ട്. അവരുടെ എക്സ്പീരിയൻസിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഗുഡ് ഈവനിങ് ഓൾ. എൻ്റെ പേര് ഷാഹിദ, വീട് കൊയിലാണ്ടിക്കടുത്താണ്. ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരാനുണ്ടായ പ്രധാന കാരണം പ്രൊഡക്റ്റാണ്, പ്രൊഡക്റ്റിന്റെ റിസൾട്ടാണ്. നിലവിൽ ഫാർമസിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരം കേൾക്കുന്നതും ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് ഫുൾ ടൈം ആയിട്ട് നിൽക്കുകയും ചെയ്തത്. ഇപ്പോൾ ഇതിലൂടെ 3 ലക്ഷത്തിനടുത്ത് വരുമാനം വാങ്ങുകയും ഒരു മൊബൈൽ ഫോൺ, ഒരു സ്കൂട്ടി, തായ്ലൻഡ് ട്രിപ്പ് അച്ചീവ് ചെയ്യാനും എന്നെ കൊണ്ട് സാധിച്ചു. പുതുതായി വന്ന ആൾക്കാരോട് പറയുന്നത് കയറി നിൽക്കുക, കൂടെ നിൽക്കുക. ഗുഡ് ഈവനിങ് ഓൾ. എന്റെ പേര് അർഷദ്. ഞാൻ ഇവിടെ തന്നെ അത്തോളിയിലാണ് എന്റെ സ്വദേശം. ഞാൻ പ്രവാസിയായിരിക്കാണ് ഈ ഒരു അവസരം കേൾക്കുന്നത്. പ്രിയപ്പെട്ട എന്റെ സുഹൃത്തും ഇന്ന് കമ്പനിയുടെ റൂബി എക്സിക്യൂട്ടീവായിട്ടുള്ള സാലി ഉസ്താദാണ് ഈ ഒരു അവസരം പരിചയപ്പെടുത്തിയത്. എല്ലാ പ്രവാസികളുടെയും ആവശ്യമായിരിക്കും നാട്ടിൽ നിന്ന് ഒന്ന് സെറ്റിൽ ആവുക, അതുപോലെ ഫാമിലിയോടൊത്ത് ജീവിക്കുക. അങ്ങനെ എന്റെ 31ാമത്തെ വയസ്സിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇന്ന് എന്റെ ഫാമിലിയോടൊത്ത് 15,000 രൂപ ആഴ്ചയിൽ മാസം 60,000 രൂപ വാങ്ങിക്കൊണ്ട് ഇനി ഒരു പ്രൊഫഷണൽ ബിസിനസ് ചെയ്യുന്നു. കൂടാതെ എന്റെ കൂടെ വന്ന ആളുകൾക്ക് ഏകദേശം 6,000 രൂപ മുതൽ 1,30,000 രൂപ വരെ വാങ്ങിക്കൊടുക്കാൻ സമയത്താണ് കമ്പനി എന്റെ അക്കൗണ്ടിലേക്ക് 3,48,000 രൂപയുടെ പുറത്ത് വരുമാനം വന്നത്. അപ്പൊ അത് കൂടാതെ ഇപ്പൊ കമ്പനി അനൗൺസ് ചെയ്ത ഈ പറഞ്ഞ തായ്ലൻഡ് ട്രിപ്പ് വരുന്ന ഫെബ്രുവരി മാസം ടൗൺ ഹാൾ പ്രോഗ്രാമിൽ ഞാനും എന്റെ വൈഫും ഫാമിലിയോടും കൂടി പോവാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ ആരാണ് ഈ ഒരു ഹോളിലേക്ക് ക്ഷണിച്ചത് അവരുടെ കൈ മുറുകെ പിടിച്ച് ഈ ഒരു അവസരത്തിൽ കയറി നിൽക്കുക. താങ്ക് യു സോ മച്ച്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ജയ് ഹിന്ദ്. താങ്ക് യു. താങ്ക് യു ലേഡീസ്, താങ്ക് യു വെരി മച്ച്. നല്ലൊരു കയ്യടി ഹൃദയത്തിന്റെ ഭാഷയിൽ നമുക്ക് അവർക്ക് കൊടുക്കാം. അടുത്ത റാങ്കുകൾ അച്ചീവ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു വേദിയിലേക്ക് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുന്നത് കമ്പനിയിൽ നിന്നും മലേഷ്യൻ ട്രിപ്പ് അച്ചീവ് ചെയ്തിട്ടുള്ള ലീഡേഴ്സിനെയാണ്. ഓൾ ബ്രാൻഡ് ന്യൂ ഓൾ എക്സിക്യൂട്ടീവ് പ്ലീസ് വെൽക്കം ടു സ്റ്റേജ്. നല്ലൊരു കയ്യടി പ്ലീസ്, മനസ്സിലൊരു കയ്യടി കൊടുത്ത് ആ എക്സിക്യൂട്ടീവ്സിനെ നമുക്ക് ഒരു വേദിയിലേക്ക് കൃത്യമായിട്ട് സ്വാഗതം ചെയ്യാം. ഗുഡ് ഈവനിങ്. എന്റെ പേര് നിസാർ, സ്ഥലം കൊടുവള്ളിയിലാണ്. ഈ ഒരു അവസരത്തിലേക്ക് കടന്നു വരുന്നത് ഇതുപോലെ ഒരു പ്രോഗ്രാം കേട്ടതോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് വാങ്ങിച്ചതൊന്നുമല്ല, അല്ലെങ്കിൽ കേട്ട കാര്യങ്ങൾ. നല്ല ഗൾഫിലായിരുന്നു, നാട്ടിൽ ഒരുപാട് ബിസിനസ്സുകൾ ചെയ്തു, രക്ഷപ്പെടായിട്ട് ഗൾഫിലേക്ക് രക്ഷപ്പെടാൻ പോയതാണ്. ആ സമയത്ത് എന്റെ കൂടെ എന്റെ അളിയനും ഉണ്ടായിരുന്നു. ഞങ്ങളൊരു മൊബൈൽ ഷോപ്പ് നടത്തുന്ന സമയത്താണ്
അളിയ നാട്ടിലേക്ക് ലീവിന് വന്നു. ഈ ഒരു അവസരത്തെ കുറിച്ച് എന്നെ വിളിച്ചു പറയുന്നു, രക്ഷപ്പെടാൻ പറ്റിയൊരു പരിപാടിയുണ്ട്, ഗൾഫിൽ നിന്ന് കഷ്ടപ്പെടണ്ട, നാട്ടിൽ വന്ന് രക്ഷപ്പെടാം. വലിയ ആഗ്രഹമായിരുന്നു കേൾക്കാൻ. ഇത് കേട്ടപ്പോ എല്ലാ ആഗ്രഹവും അവസാനിച്ചു. പിന്നെ അടുത്ത പരിപാടി മൂപ്പരെ എങ്ങനെ നാട്ടിലേക്ക് തിരിച്ച് ഗൾഫിലേക്ക് എത്തിക്കാമെന്നുള്ള പരിപാടിയായി. കാരണം അദ്ദേഹം തിരിച്ച് അങ്ങോട്ട് വന്നില്ലേ, എനിക്ക് ലീവിന് വരാൻ പറ്റില്ല. അങ്ങനെ ഈ ഒരു മേഖലയെ കുറിച്ച് ഒരുപാട് നെഗറ്റീവ് പറഞ്ഞു നോക്കി, അദ്ദേഹം വിട്ടില്ല. പിന്നെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാൻ തുടങ്ങി. അല്ലെ, ലക്ഷങ്ങൾ കിട്ടുന്ന പറഞ്ഞാൽ ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ കിട്ടുന്ന മേഖല കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ടെൻഷൻ. കാരണം ഇതുപോലൊരു മേഖല മുന്നേ ചെയ്ത് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളായത് കൊണ്ട് തന്നെ ആ സമയത്ത് അതിനെ നെഗറ്റീവ് ആക്കിയാണ്. പിന്നെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു. നേരത്തെ അനൂപ് സാർ പ്ലാൻ പറഞ്ഞ സമയത്തിലെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, പ്രൊഡക്റ്റ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. ഞാൻ ചിന്തിച്ച കാര്യം, അദ്ദേഹം പറഞ്ഞ കാര്യം, ഇത്രയും നല്ല പ്രൊഡക്റ്റ് ആണ്, പിന്നെ എന്തിനാ ഡോക്ടർമാര്, പിന്നെ എന്തിനാ ഹോസ്പിറ്റല്? സത്യമായിരിക്കും ആദ്യമായിട്ട് കേൾക്കുന്ന വ്യക്തികൾ. പിന്നെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അല്ലെ, അയാൾക്ക് എന്തെങ്കിലും കിഡ്നി അടിച്ചു പോവുക, ഹാർട്ട് അടിച്ചു പോവുക, എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ ഉത്തരവാദിത്തം പറയണ്ടേ? ഇങ്ങനെയൊക്കെ പേടിച്ച് നിന്ന് സംശയം ചോദിച്ചോണം പറയാൻ അദ്ദേഹം പറഞ്ഞു, ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കറ്റ് ഉണ്ട്. ആയുഷിന് ആദ്യമായിട്ട് കേൾക്കുന്ന എന്തൊരു പ്രീമിയം അല്ലെ? അങ്ങനെ പറഞ്ഞു നിന്ന് അദ്ദേഹം പിന്നെയും പിന്നെ എന്നെ വിടുന്നില്ല. പിന്നാലെ കൂടിയപ്പോ അവസാനം അദ്ദേഹം ഒരുപാട് റിസൾട്ട് പറഞ്ഞ കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, അലർജിക്ക് നല്ല റിസൾട്ട് ഉണ്ട് ഐപ്പൾസ് ഉപയോഗിച്ചാൽ. ഉറപ്പാണോ എന്ന് ചോദിച്ചു. ആ ഉറപ്പാന്ന് പറഞ്ഞു. ഉറപ്പാണെന്ന് വെച്ചു. ആ ഉറപ്പാണ്. ഇത് റിസൾട്ട് കിട്ടിയില്ല എന്ത് ചെയ്യും? റിസൾട്ട് കിട്ടും. ഒരുപാട് വാശി പിടിച്ച് ഉറപ്പ് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യ്, എന്റെ അളിയനാണ് എന്നെ അവസരം പരിചയപ്പെടുത്തുന്നത്. അളിയനോട് പറഞ്ഞു, അളിയ പെങ്ങള് വീട്ടിലുണ്ട്, എന്റെ ഭാര്യ ഐപ്പൾസ് കൊടുത്ത് ഈ പ്രൊഡക്റ്റിന്റെ റിസൾട്ട് കാണിച്ചെന്നാ ഞാൻ പൈസ തരാന്ന് പറഞ്ഞു. എന്തിനാ പറഞ്ഞത്? പിന്നെ ഈ പരിപാടി പറഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വരരുതെന്ന്. അങ്ങനെ അദ്ദേഹം എന്റെ വാക്ക് കേട്ട് അന്ന് തന്നെ ഐപ്പൾസ് വീട്ടിൽ കൊണ്ട് കൊടുത്തു. ഐപ്പൾസ് ഉപയോഗിച്ച് അലർജിക്ക് റിസൾട്ട് കിട്ടിയപ്പം പൈസ കൊടുക്കേണ്ടി വന്ന് അങ്ങനെ ബിസിനസ്സിലേക്ക് വരേണ്ടി വന്ന ഒരാളാണ്. ഒരിക്കലും ആഗ്രഹിച്ചിട്ടോ കേട്ടിട്ടോ അല്ലെ ഇഷ്ടപ്പെട്ടോ വന്നല്ല. പക്ഷെ ഒറ്റ കാര്യം ഞാൻ പറയാം, കേട്ട് ഇങ്ങനെ വന്ന് മനസ്സിലാക്കി പ്രൊഡക്റ്റ് ഉപയോഗിച്ച റിസൾട്ട് കിട്ടി പഠിച്ച് മനസ്സിലാക്കിയപ്പം ചെയ്യാൻ തോന്നി. അങ്ങനെ ഗൾഫിൽ ഇരുന്ന് തന്നെ ചെയ്ത് നല്ല രീതിയിൽ വരുമാനം കിട്ടിയപ്പോ പിന്നെ ഞാൻ നിന്നിരുന്ന കട പൂട്ടി കെട്ടിയിട്ടാണ് ഇന്ന് ഫുൾ ടൈം കരിയറായിട്ട് വിവാഹ ബിസിനസ് ചെയ്യുന്നത്. അതുകൊണ്ടുണ്ടായ മാറ്റം എന്ന് വെച്ചാൽ അന്നൊരു തീരുമാനം എടുക്കാൻ പറ്റി. നമ്മൾ അടുത്തൊരു പ്ലാൻ കേട്ടു ഇല്ലേ, ഇവിടെ നിങ്ങൾ അവസരം കേട്ടു, പക്ഷെ തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് നമ്മൾ പറയണ്ട, ഈ കോഴി അയലമൊക്കെ എടുക്കണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ തീരുമാനം എടുത്താൽ, ഞാനൊക്കെ അന്നൊരു തീരുമാനം എടുത്തു. ഈ മൊമെന്റ്സ് ഓഫ് ഡിസിഷൻ ഡെസ്റ്റിനി ചെയ്യപ്പെടുന്ന പ്ലാനിൽ അവസാനം കേട്ടില്ലേ, നിങ്ങൾ തീരുമാനം എടുക്കുന്ന സമയത്ത് നിങ്ങളെ വിധിയും നിർണ്ണയിക്കപ്പെടും. അതുപോലെ ഞങ്ങൾ തീരുമാനം എടുത്തു. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ 20 ലക്ഷത്തിന് മേലെ വരുമാനമായിക്കൊണ്ടാണ് ഈ ഒരു അവസരം ഏറ്റെടുത്തത്. അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതിലൂടെ നിങ്ങൾ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം പൂവണിയിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥം ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ആൻഡ് ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. നല്ലൊരു കൈയടി കൊടുക്കുക അദ്ദേഹത്തിന്. അദ്ദേഹത്തിന്റെ വാല്യൂബിൾ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ബിസിനസ്സിലൂടെ വന്നത് നമ്മോട് ഷെയർ ചെയ്യുന്നത്.